വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ 2024-25 CSEB പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 2024 ചോദിച്ചിട്ടുള്ളതും 2025 ചോദിച്ചിട്ടുള്ളതും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഓരോ ചോദ്യങ്ങളും വിശകലനം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളെല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, 431 ക്വസ്റ്റ്യനാണ് ഇനി നോക്കാൻ പോകുന്നത്. ക്യാഷ് ഫ്ലോട്ട് ഈസ് റിലേറ്റഡ് വിത്ത്. ക്യാഷ് ഫ്ലോട്ട് എന്താണ്? ക്യാഷ് ഫ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 കോളം ക്യാഷ് ബുക്കാണോ, പെറ്റി ക്യാഷ് ബുക്കാണോ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നതാണ് ചോദ്യം. അപ്പോൾ ക്യാഷ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പെറ്റി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ടതാണ് ക്യാഷ് ഫ്ലോട്ട് എന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പെറ്റി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ടത് ഒരു മെയിൻ ക്യാഷ്യറും ഉണ്ടായിരിക്കും, ഒരു സബ് ക്യാഷ്യറും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ മെയിൻ ക്യാഷ്യർ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി സബ് ക്യാഷ്യർക്ക് കൊടുക്കുന്ന എമൗണ്ടാണ് ക്യാഷ് ഫ്ലോട്ട് എന്ന് പറയുന്നത്, പെറ്റി ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി ഉള്ള എല്ലാ എസെൻഷ്യലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ഡെയിലി എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് ഫ്ലോട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെറിയ എപ്പോഴെപ്പോഴും കൊടുക്കുന്നതിന് പകരം ഈ ചെറിയൊരു എമൗണ്ട്, അതായത് കുറച്ച് എമൗണ്ട് കൊടുക്കും. അപ്പോൾ 500 രൂപയാണ് ഡെയിലി ചിലവ് വരുന്നതെങ്കിൽ 500 രൂപ കൊടുക്കും. അപ്പോൾ ബാക്കി അതിന് താഴെയാണ് അയാൾക്ക് ചിലവ് വരിക, അതിൻ്റെ മുകളിലേക്ക് പോവില്ല, താഴെ ആയിരിക്കും ചിലവ് വരിക, ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ക്യാഷ് ഫ്ലോട്ട് ഈസ് റിലേറ്റഡ് വിത്ത് പെറ്റി ക്യാഷ് ബുക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് കൺസേൺ ഈസ് ഈക്വൽ ടു. ക്യാപിറ്റൽ എന്തിന് പകരമാണെന്നാണ്, ഈക്വൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ അസറ്റ്സ് മൈനസ് എക്സ്റ്റേണൽ ലയബിലിറ്റി ആണോ, ടോട്ടൽ അസറ്റ്സ് മൈനസ് ഇൻറ്റേർണൽ ലയബിലിറ്റി ആണോ, ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ആണോ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണോ? എന്താണ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് എന്ന് പുറത്തുള്ള ബാധ്യതകൾ കഴിച്ചാൽ അത് ക്യാപിറ്റലായില്ലേ. അകത്തുള്ള ബാധ്യതയല്ലല്ലോ കുറയ്ക്കേണ്ടത്. അകത്തുള്ള ബാധ്യത അവർക്ക് എന്തായാലും പ്രോഫിറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണ്, സോ പ്രശ്നമില്ല. ഇത് ടോട്ടൽ അസറ്റ്സ് മൈനസ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. എത്രത്തോളം എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഉണ്ട്, ആ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രിലിമിനറി എക്സ്പെൻസ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ്. പ്രിലിമിനറി എക്സ്പെൻസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ? അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് പറഞ്ഞാൽ പ്രാരംഭ ചെലവുകളാണല്ലേ. ഒരു കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രാരംഭ ചെലവുകളുണ്ടാവും, രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല പ്രൊജക്റ്റൊക്കെ നടത്തേണ്ടി വരും, അത് സക്സസ്ഫുൾ ആണോ, സർവേകൾ നടത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ചിലവുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ പല പ്രാരംഭ ചെലവുകളുണ്ടായിരിക്കും, അതാണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കുറേ വർഷത്തേക്ക് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. അത് ഈ വർഷം മാത്രമല്ല, ഒരുപാട് വർഷത്തേക്ക്. അതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതുകൊണ്ട് പ്രിലിമിനറി എക്സ്പെൻസസ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് എ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ആൻഡ് സെൻഡ് ടു കൺസൈനർക്ക് അയക്കും. കൺസൈനിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, കൺസൈനർക്ക് അയക്കും. ഇൻഡിക്കേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ഹിം. അതായത് കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് ആണ് അല്ലേ. കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് ഇവിടെ ഈ ഒരു കൺസൈൻമെൻറ്റിൽ വരിക. അപ്പോൾ ആരാണ് ഓണർ ഓഫ് ദ ഗുഡ്സ്? ഗുഡ്സിൻ്റെ ഓണർ ആരാണ് ശരിക്കും? കൺസൈനറാണ്. അപ്പം കൺസൈനറുടെ കയ്യിൽ വിൽക്കാൻ ശേഷിക്കുന്ന, അല്ലെങ്കിൽ അയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്ട്സ് അയാൾക്ക് വിൽക്കണം എന്നുണ്ട്, പക്ഷെ അയാൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ അയാൾ സ്ഥലത്തില്ലാത്തത് കൊണ്ടോ എന്തെങ്കിലും കാരണവശാൽ അയാൾക്ക് പറ്റില്ലാത്തൊരു കാരണങ്ങൾ ഒരു ഏജൻ്റായിട്ടുള്ള കൺസൈനീനെ അയാളെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൺസൈനിക്ക് കറക്റ്റ് എന്തുണ്ട്? ആൾക്ക് ചെയ്യുന്ന പണിക്കുള്ള കമ്മീഷൻ കൊടുക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൺസൈനിയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? എന്തൊക്കെ സാധനങ്ങൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വിറ്റതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, ഇത്ര ക്വാണ്ടിറ്റി ഇത്ര ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റു എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? കൺസൈനർക്ക് കൊടുക്കണം. സോ അതിനെ എന്തു പേരിട്ട് വിളിക്കും, എന്തു പേര് പറയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൺസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ, സെയിൽസ് അക്കൗണ്ട് ആണോ, അക്കൗണ്ട് സെയിൽസ് ആണോ, കൺസൈനി സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഓക്കെ, അപ്പോൾ
എന്താണ് കൺസൈനി പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ കൺസൈനർക്ക് അയച്ചു കൊടുക്കുക. അതിൽ ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ഹിം, അദ്ദേഹം വിറ്റ സാധനങ്ങളുടെ അളവുകളും വിലകളും വില നിലവാരമൊക്കെയാവും അതിൽ കാണിച്ചിട്ടുണ്ടാവാം. സോ ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? അക്കൗണ്ട് സെയിൽസ് എന്നതാണ് ഉത്തരം വരിക കേട്ടോ. അതിൻ്റെ പേര് അക്കൗണ്ട് സെയിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ ഈസ് ബേസ്ഡ് ഓൺ. ഇത് ഏത് കൺവെൻഷനിൽ ബേസ്ഡ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ ആണോ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി ആണോ, മാച്ചിങ് പ്രിൻസിപ്പിൾ ആണോ, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം ആണോ, ഏതാണെന്നാണ്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസിലാണ് വാല്യൂ ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ, ഏതാണോ ചെറുത് അത് ഇംപ്ലൈഡ് ചെയ്യുന്ന ഏതായിരിക്കും? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം ആണ് ആ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ കാര്യം ആരും മറക്കരുത്. മോഡൽ എക്സാം 1:30 സെറ്റാണ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1:30 സെറ്റാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയവർ വാങ്ങിക്കുക. ഓൺലൈൻ എക്സാംസും ഉണ്ടായിരിക്കും, അതിൻ്റെ എൻ്റെ PDF അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസും കിട്ടുമ്പം ആ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൻ്റെ നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. 200 രൂപയാണ് കേട്ടോ. ഈ ഒരു എക്സാം പാക്കിന് 200 രൂപയാണ് വരുന്നത്. അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. PYQ പ്ലസ് എക്സ്പെക്റ്റഡ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കോപ്പറേറ്റീവിലോ വിശദമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരു ഗ്രൂപ്പുണ്ട്. അതിന് ഫീസ് വരുന്നത് 500 രൂപയാണ് കേട്ടോ. സോ 500 രൂപയുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റും ഉൾക്കൊള്ളും. അതിൽ ലോ മാത്രമല്ല അതും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, ദ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് വിൽ ബി. ഫ്രീ സാമ്പിൾസ് ഗുഡ്സ്, അപ്പോൾ അത് ഏത് ഭാഗത്താണ് കാണിക്കുക, ഏത് അക്കൗണ്ടിലാണ് കാണിക്കുക എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഡെബിറ്റ് സൈഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണോ കാണിക്കുക? അസറ്റ് സൈഡ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണോ കാണിക്കുക? അതോ എയും ബിയും ആണോ? അതായത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റിലും കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റിലും കാണിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രീ സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ള എന്താണ് പിന്നെ ഗുഡ്സാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും ആദ്യം കേട്ടോ. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ കൂടാതെ എന്തുകൊണ്ട് ബോത്ത് A and B ആണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ. ബോത്ത് A and B ആണ് ഇവിടെ ആൻസർ വരുന്നത്. പിന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും കാണിക്കും അതിനെന്താണോ ചിലവ് വന്നത്. അത് മൊത്തത്തിലുള്ള തുകയാണ് കാണിക്കുക. പിന്നെ മറ്റത് എന്തായാലും ഫ്രീ സാമ്പിളായിട്ട് കൊടുത്തതാണല്ലോ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റുമായി കണക്ട് ചെയ്തിട്ട് എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അടുത്തത് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് അപ്പിയർഡ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ടേക്കൺ ടു. റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് അപ്പിയർഡ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ടേക്കൺ ടു ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് രണ്ടിലും കാണിക്കുമെന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് കേട്ടോ, കിട്ടാനുള്ളതാണ്. അപ്പിയർഡ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ടേക്കൺ ടു എവിടെയാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക കേട്ടോ. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അടുത്തത് ഡാഷ് റേഷ്യോനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസ് എ ഗുഡ് മെഷർ ഓഫ് ഓവർ ട്രേഡിംഗ് ആൻഡ് അണ്ടർ ട്രേഡിംഗ്. ബിസിനസ്സിൻ്റെ ഓവർ ട്രേഡിങ്ങിനും അണ്ടർ ട്രേഡിങ്ങിനും ഒക്കെ നല്ലൊരു മെഷറായിട്ടുള്ള റേഷ്യോ ഏതാണ്? ഡെറ്റേഴ്സ് ടേൺ ഓവർ ആണോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ ആണോ, സ്റ്റോക്ക് ടേൺ ഓവർ ആണോ, ക്യാപിറ്റൽ ടേൺ ഓവർ ആണോ, ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവർ ട്രേഡിങ്ങും അണ്ടർ ട്രേഡിങ്ങും നിയന്ത്രിക്കാനുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവറാണ്. വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടതാണത്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവറാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോങ് ടേം സോൾവൻസി ഓഫ് എ ബിസിനസ് ക്യാൻ ബി മെഷേർഡ് ബൈ. ലോങ് ടേം സോൾവൻസിയാണ്. അപ്പോൾ ലോങ് ടേം എന്ന് കേൾക്കുമ്പോൾ തന്നെ കറണ്ട് ആണോ, ആസിഡ് ടെസ്റ്റ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ, ഡെറ്റ് ഇക്വിറ്റി ആണോ, ഏതാണ് ലോങ് ടേം സോൾവൻസി ഓഫ് എ ബിസിനസ് കാണിക്കുന്നത്? ലോങ് ടേം സോൾവൻസി കാണിക്കുന്നത് ഏതാണ്? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് കോൾഡ്. എന്താണ് ആ ഒരു പേരിന് വിളിക്കുക? അതായത് വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതിന് പറയുന്നതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നല്ലേ. ഈ പറയുന്ന കാര്യത്തിന് പറയണതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് പറയുക.
ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ്. അതായത് അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക് സിമ്പിളായിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഇപ്പം നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ബിൽഡിംഗ് ഉണ്ട്. സോ നമ്മൾ ആ ബിൽഡിങ് ഇപ്പോൾ തൽക്കാലം യൂസ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ബിസിനസ്സൊക്കെ ഇത്രയും കൂടി ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ്. സോ നമ്മൾ ആ ബിസിനസ്സിൽ ആ ബിൽഡിങ് യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ യൂസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് പുറമേ നിന്ന് എന്തിനാ വെറുതെ ഒരു ബിൽഡിങ്ങൊക്കെ വാടകയ്ക്ക് എടുക്കണം, നമ്മുടെ ബിൽഡിംഗ് തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ നമ്മുടെ എക്സ്റ്റൻഷൻ പരിപാടികൾ അല്ലെങ്കിൽ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ബിൽഡിങ്ങും കൂടി അവരുടെ ഹെഡ് ഓഫീസും കാര്യങ്ങൾക്കുമായിട്ട് വർക്ക് ചെയ്യാൻ എടുക്കുകയാണ്. അപ്പോൾ ചിലപ്പം പുറത്തെ ഒരു ഏജൻസിക്കോ അല്ലെങ്കിൽ പുറത്തെ ആൾക്കാരോ പറഞ്ഞിട്ടുള്ളതിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ലാഭം കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു പിന്നെ മെറ്റീരിയലിന് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന് അത്യാവശ്യം കോസ്റ്റ് കിട്ടുമായിരുന്നു. കോസ്റ്റ് പിന്നെ സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെ എന്ത് കിട്ടും, ലാഭം കിട്ടും. പക്ഷേ ആ കോസ്റ്റ് ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്ന ആൾ ചെയ്യുന്നു. ആ കോസ്റ്റാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. ആ കിട്ടാൻ പോകുന്ന തുക വേണ്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ആളുടെ ബിസിനസ്സിൽ തന്നെ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു കാര്യം മാത്രമല്ല, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാവും. അതാണ് വാല്യൂ ഓഫ് എ ബെനിഫിറ്റ്. അത് ചെയ്തെങ്കിൽ കിട്ടുമായിരുന്ന ആ ഒരു വിലയുണ്ടല്ലോ, ഓക്കെ, ആ ഒരു കോസ്റ്റ്. അപ്പോൾ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ അതിന് പകരം ഒരു ആൾട്ടർനേറ്റീവ് കോഴ്സ് കാണുകയും നമ്മൾ അതിലേക്ക് അങ്ങ് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ അതാണ് ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ്, സാക്രിഫൈസ് ചെയ്ത ബെനിഫിറ്റ്, അതിൻ്റെ വാല്യൂ, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് ഈസ് പ്രിപ്പയർഡ്. ട്രയൽ ബാലൻസിന് പകരം എന്താണ് പ്രിപ്പയർ ചെയ്യുക കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ? ട്രയൽ ബാലൻസിന് പകരം പ്രിപ്പയർ ചെയ്യുന്നത് R&D ആണ് അല്ലേ, റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ R&D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡാഷ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റത്തെയും അല്ലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും ആയ ഭാഗം ഏതാണ്? പ്രിപ്പറേഷൻ ഓഫ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കലാണോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം തയ്യാറാക്കലാണോ, അതോ അനാലിസിസ് ആണോ, ഇൻ്റർപ്രിറ്റേഷൻ, അനലൈസ് ചെയ്യും അല്ലേ, കഴിഞ്ഞ വർഷം എത്രയുണ്ടായി, ഈ വർഷം എത്രയുണ്ടായി, ഒരു അനാലിസിസ് നടത്തും. അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റേറ്ററുടെ സ്ട്രാറ്റജി പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു അനാലിസിസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യും. സോ അതാണോ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്, അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും അനാലിസിസ് തന്നെയാണ്. ഈ അനാലിസിസ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ നമ്മളൊരു എക്സാം കഴിഞ്ഞു, എക്സാം പേപ്പർ നമ്മൾ എടുത്തു വയ്ക്കുകയോ ഇല്ല, അത് 2 ദിവസം ചിലപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ നമുക്ക് ഭയങ്കര മടുപ്പാവും, നമ്മൾ എടുക്കില്ല. 2ാമത്തെ ദിവസം നമ്മൾ പോയെടുക്കും, എന്നിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങും അല്ലേ, ഞാൻ ഏതൊക്കെയാണ് തെറ്റിച്ചത്, എന്തുകൊണ്ടാണ് തെറ്റിച്ചത്, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് തെറ്റിക്കാൻ പാടില്ല എന്ന ഒരു നിശ്ചയം നമ്മൾ അവിടെ എടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ അനാലിസിസാണ് ഇൻ്റർപ്രിറ്റേഷൻ, അനാലിസിസും ഇൻ്റർപ്രിറ്റേഷനുമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ലാസ്റ്റുമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ SB അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദ അക്കൗണ്ട് ഓഫ് ദ ഡെപ്പോസിറ്റർ ബൈ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്തിനുള്ളിലാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്? എവറി മന്ത് ആണോ, ക്വാർട്ടർലി ആണോ, ഹാഫ് ഇയർലി ആണോ, ഇയർലി ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇയർലി, 6 months കൂടുമ്പോൾ കേട്ടോ, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഡിറ്റക്ഷൻ ഓഫ് എ കൗണ്ടർ ഫീറ്റ് നോട്ട് അറ്റ് ദ കൗണ്ടർ ബാങ്ക് എന്താ ചെയ്യുക, അതായത് കൗണ്ടർ ഫീറ്റ് നോട്ട് വന്നു, ഓക്കെ, കണ്ടുപിടിച്ചു, അപ്പോൾ അത് കൗണ്ടറിലുണ്ട്. അപ്പോൾ ബാങ്ക് എന്ത് നടപടിയാണ് അതിൻ്റെ മുകളിൽ എടുക്കുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യുക? അത് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുക്കുമോ? ഒരു കൗണ്ടർ ഫീറ്റ് നോട്ടും കൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ റിട്ടേൺ ദ നോട്ട് ടു ദ കസ്റ്റമർ, ഇതൊന്നും ഇവിടെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാങ്കിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ കസ്റ്റമർക്ക്? അതും പാടില്ല. എക്സ്ചേഞ്ച് വിത്ത് ജെനുവിൻ നോട്ട് അല്ലേ, ജെനുവിൻ നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് എക്സ്ചേഞ്ച് സാധ്യമാകും. ജെനുവിൻ നോട്ടൊക്കെ വാങ്ങിയാൽ മതി, എന്നിട്ട് വേണമെങ്കിൽ സാധിക്കും. ഇംപൗണ്ട് ദ നോട്ട് ആൻഡ് ഇഷ്യൂ റെസിപ്റ്റ്, അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. നോട്ട് ഇംപൗണ്ട് ചെയ്യുകയും ഒരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അതിൽ നമ്മുടെ ഡീറ്റെയിൽസും അവർ വാങ്ങി വെച്ചിട്ടുണ്ടാവും, ആരാണ് തന്നതെന്ന് അവർക്ക് അറിയണ്ടേ. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു സമയത്ത് ചോദിക്കാൻ സാധ്യതയുള്ള തന്നെയാണ്. അപ്പോൾ ഡിറ്റക്ഷൻ ഓഫ് എ കൗണ്ടർ ഫീറ്റ് നോട്ട് ബാങ്ക് എന്താണ് ചെയ്യുക? അപ്പോൾ ബാങ്ക് എന്താ ചെയ്യുക? ഇംപൗണ്ട് ദ നോട്ട് ആൻഡ് ഇഷ്യൂ റെസിപ്റ്റ്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്.
ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കോമ്പൗണ്ടാണ് കാണുക. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? മന്ത്ലി ബേസിസ് ആണോ അതോ ക്വാർട്ടർലി ബേസിസ് ആണോ ഹാഫ് ഇയർലി ബേസിസ് ആണോ ഇയർലി ബേസിസ് ആണോ എങ്ങനെയാണെന്നാണ്. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ആ ഒരു കാലയളവ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ക്വാർട്ടർലി ബേസിസിലാണ് നോക്കുന്നത്. ക്വാർട്ടർലി ബേസിസ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് കോമ്പൗണ്ടഡ് ഓൺ ക്വാർട്ടർലി ബേസിസ്. ഓക്കെ. വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക്? ഒരു ചെക്കിൻ്റെ കാലാവധി എത്രയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് ദ ചെക്ക്? ഓക്കെ. അപ്പോൾ എന്താണ് വാലിഡിറ്റി പീരീഡ്? എല്ലാവർക്കും അറിയണതാണ് അല്ലേ? 3 മാസം അല്ലേ? ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനകം അതെന്ത് ചെയ്യാം? പ്രശ്നമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ്. അടുത്തത് പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ക്യാൻ ബി സ്റ്റോപ്പ്ഡ് ബൈ. പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ആർക്കാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? നോമിനിക്ക് പറ്റുമോ, ഡ്രോയിക്ക് പറ്റുമോ, ഡ്രോയർക്ക് പറ്റുമോ, ബെനിഫിഷ്യറിക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ RBI പ്രൊവൈഡ്സ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് ടു ആർക്കൊക്കെ കൊടുക്കും? കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കും, കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുക്കും, സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കും. എല്ലാം കൊടുക്കുന്നത് ഈ ഒരു ഫണ്ടിൽ നിന്നുമാണ്. ഓക്കെ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് നമ്മൾ പറഞ്ഞു. ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ക്യാൻ ബി സ്റ്റോപ്പ്ഡ് ബൈ ആണ് കേട്ടോ. ആർക്കാണ് ഒരു ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക എന്തായാലും ഡ്രോയർക്ക് തന്നെയാണ് കേട്ടോ. ആൾക്കാണല്ലോ പരമാധികാരമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡ്രോയർക്ക് തന്നെയാണ് പേയ്മെൻറ്റ് ഓഫ് ചെക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ലെങ്കിൽ ഒരു നോമിനിക്കോ ഒരു ഡ്രോയിക്കോ അത് ചെയ്യാൻ പറ്റില്ല. ഡ്രോയർ ആയിരിക്കണം. പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ക്യാൻ ബി സ്റ്റോപ്പ്ഡ് ബൈ ഡ്രോവർ ആയിരിക്കണം. RBI പ്രൊവൈഡ്സ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ്. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? RBI കൊമേഴ്ഷ്യൽ ബാങ്കിനാണോ, കോപ്പറേറ്റീവ് ബാങ്ക്സിനാണോ, സെൻട്രൽ ഗവൺമെൻറ്റിനാണോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആരുടെ പെർമിഷനോ ആരാണ് വേസ് ആൻഡ് മീൻസുമായി ബന്ധപ്പെട്ട് RBI വേസ് ആൻഡ് മീൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിനും കോപ്പറേറ്റീവ് ബാങ്ക്സിനും ഒക്കെ പലതരത്തിലുള്ള അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫണ്ടിങ്ങും നടത്തുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. RBI പ്രൊവൈഡ്സ് വേസ് ആൻഡ് മീൻസ് എന്നാണ് പറയുക. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് കേട്ടോ. അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് എന്ത് കൊടുക്കുക? സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടെ പോയി കോമ്പൗണ്ടഡ്. പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ക്യാൻ ബി സ്റ്റോപ്പ്ഡ് ബൈ ഡ്രോയർ ആണ്, നമ്മൾ പറഞ്ഞതാണ്. RBI പ്രൊവൈഡ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ്. ആർക്കാണ് RBI പ്രൊവൈഡ് ചെയ്യുക? RBI സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമല്ല വേസ് ഓഫ് മീൻസ് കൊടുക്കുക. അപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും കൊടുക്കും കേട്ടോ. വേസ് ആൻഡ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൊടുക്കും, സെൻട്രൽ ഗവൺമെൻറ്റിനും കൊടുക്കും. ഓക്കെ. ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് കേട്ടോ. റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI. റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് RBIയുടെ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? എവിടെയെല്ലാമാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. RBIയുടെ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI ഈസ് നോട്ട് സിറ്റുവേറ്റഡ് ആണ് കേട്ടോ. സിറ്റുവേറ്റ് ചെയ്യപ്പെടാത്ത സ്ഥലമാണ് ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ RBIയുടെ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. വേറെ ഒരുപാട് IT കമ്പനീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. സോ അപ്പോൾ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് RBIയുടെ കൊൽക്കത്തയിലുണ്ട്, മുംബൈയിലുണ്ട്, ന്യൂഡൽഹിയിലുണ്ട്, പക്ഷേ ബാംഗ്ലൂരില്ല കേട്ടോ. ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് IMF സിൻസ് എന്ന് മുതലാണെന്നാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഭാഗമായത് എന്ന് മുതലാണ്? 1944 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1945 കൂടിയാണ്. അപ്പോൾ ഇന്ത്യ മെമ്പറായത് IMFൽ മെമ്പറായത് ഡിസംബർ 27, 1945 ഓക്കെ. ഡിസംബർ 27, 1945 പക്ഷേ 1947 ആയപ്പോഴാണ് പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി ഉഷാറായത് കേട്ടോ. ഓക്കെ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.